റാഫിദകൾ എന്താ നമുക്കറിയാം, കുഫാറുകളാണ്. റാഫിദകൾ എന്ന് ശരിക്കും അവരെ വിളിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷേഖ് ഇവിടെ പറയുന്നുണ്ട് അത് വസുമ്മു റാഫിദ ലിഅന്നഹും റഫദു സെയ്ദ് ബിൻ അലി ബിൻ അൽ ഹുസൈൻ ബിൻ അലി ബിൻ അബി താലിബ്. സെയ്ദ് ബിൻ അലി ബിൻ അൽ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് അലി റളിയല്ലാഹുവിന്റെ പരമ്പരയിലുള്ള ആളാണ്. അദ്ദേഹത്തിനോട് ആര് എതിർത്തു, നിരസിച്ചു? ഈ ആളുകള്. എന്താ കാരണം? ഹീന സഅലൂഹു അൻ അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹുവിനോട് പറ്റി അവര് ആരോട് ചോദിച്ചു? ഈ ആളുകള് സെയ്ദ് റഹിമഹുല്ലാഹിനോട് ചോദിച്ചു. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെന്ത് ചെയ്യും, ഈ റാഫിദകൾ വന്നിട്ട് ഈ അബൂബക്കർ റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും നിന്നും നിങ്ങൾ മുക്തനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നും പറയും, മറിച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകളിൽ നിന്നും ഞാൻ മുക്തനാണെന്ന് പറയും. അതബറഉ ഫമൻ തബറഅ മിൻഹുമാ എന്ന് പറയും. അവരിൽ നിന്നും ആരാണോ മുക്തനാണെന്ന് പറഞ്ഞത് അവരിൽ നിന്നും ഞാൻ മുക്തനാവുന്നു എന്ന് പറയും. ഫഖാലു, നീ പറയുന്നതാണ് ഷാഹിദ്. അപ്പൊ അവര് പറയും എന്ത്, ഇദൻ നർഫുദുക. റഫദ ആരെന്നെ പറഞ്ഞതാണ്? അവര് ഇവരെന്നെ പറഞ്ഞതാണ് നർഫുദുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങളെ ഒഴിവാക്കാൻ പോവാണ്. അപ്പൊ അതിൽ നിന്നാണ് എന്ത് പേരിട്ടത്, റാഫിദ എന്ന് പേരിട്ടുള്ളത്. നർഫുദുക എന്ന് പറയുന്നതാണ് റാഫിദ എന്ന് പേരിട്ടുള്ളത്. ശരിക്കും റാഫിദകൾ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല അവർക്ക്. കാരണം പേരിൽ തന്നെ എന്താണ്, ഈ നിഷേധിച്ച് തള്ളിയ ആളുകൾ, ഒഴിവാക്കിയ ആളുകൾ എന്നാണ് അതിന് അർത്ഥം കിട്ടുന്നത്. അവർക്ക് ഷിയാക്കൾ എന്ന് പറയുന്നതാണ് ഇഷ്ടം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട് ഈ റഫ്ദ് എന്ന് പറഞ്ഞ പദം എവിടുന്നാണ് എടുത്തത്. ഷെയ്ഖുൽ ഇസ്ലാം മിൻഹാജുസ് സുന്നയിൽ പറയുന്ന കാണാം, 7ാമത്തെ വോളിയം 27ാമത്തെ പേജ്. അർറഫ്ദു മുഷ്തഖുൻ മിനശ്ശിർക്കി വൽ ഇൽഹാദി വന്നിഫാഖ്. അർറഫ്ദു മുഷ്തഖുൻ, റഫ്ദ് എടുക്കപ്പെട്ടിട്ടുള്ളത് എവിടുന്നാണ്? മിനശ്ശിർക്കി, ശിർക്കെന്നും, വൽ ഇൽഹാദ്, ഇൽഹാദ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം, വൻ നിഫാഖ്, കാപട്യം. ഈ 3 കാര്യത്തിൽ നിന്നാണ് എന്ത് എടുത്തിട്ടുള്ളത്, റഫ്ദ് എന്ന് പറഞ്ഞിട്ടുള്ള പദം എടുത്തിട്ടുള്ളത്. ഇതാരാണ് ശരിക്കും ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? അബ്ദുല്ലാ ബിൻ സബ ആണ്. ഫസ്റ്റ് അബ്ദുല്ലാ ബിൻ സബ എന്ന് പറഞ്ഞിട്ടുള്ള ആളാരാണ്? യഹൂദിയാണ്. അയാളാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിലേക്ക് കയറി വരുന്നത്. എന്തിന്റെ പേര് പറഞ്ഞിട്ട്? അഹ്ലുൽ ബൈത്തിനെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്ത് ചെയ്യും, എല്ലാ ഇവരെ പിഴച്ച വിശ്വാസങ്ങൾ അതിൽ കലർത്താൻ തുടങ്ങും. അങ്ങനെ എത്രത്തോളം പറഞ്ഞാൽ അവര് കൂടിയ ആളുകൾ എന്ത് പറയാൻ തുടങ്ങി, അലി റളിയല്ലാഹു അള്ളാഹു ആണ് പറയാൻ തുടങ്ങി. അപ്പോഴാണ് എന്ത് ചെയ്ത് അലി റളിയല്ലാഹു അവരെ കത്തിച്ചത്, തീയിലിട്ടിട്ട് കത്തിച്ചത് അപ്പോഴായിരുന്നു. അപ്പൊ ഇവരെ തുടക്കം എന്ന് പറയുന്നത് ഈ യഹൂദിയായിരുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം റാഫിദകളുടെ അടയാളമായിട്ട് പറഞ്ഞത് അർ-റാഫിദ ഹുമുല്ലദീന യതബറഊന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളിൽ നിന്നും മുക്തരാവുന്ന, അവരൊഴിവാക്കുന്ന ആളുകളാണ് ആര്? റാഫിദ. പിന്നെ പറയാണ് വയസുബ്ബൂനഹും, അവരെ ചീത്ത വിളിക്കുന്ന ആളുകളാണ്. വയന്തഖിസൂനഹും, അവരെ കുറച്ച് കാണുന്നവരാണ്. ഇത് തബഖാത്തുൽ ഹനാബിലയിൽ കാണാം, 1ാമത്തെ വോളിയം 33ാമത്തെ പേജ്.